Good afternoon, everyone. I am Pavitra Srivar. I am standing here in front of you to talk about my topic, significance of carbon types in finding rare earth elements. പക്ഷേ ആദ്യം ഞാൻ rare earth elements എന്താണെന്ന് പറയാം. Rare earth elements are group of 17 metallic elements that consist of 15 lanthanoids and scandium and yttrium. ഈ rare earth elements എന്ന് വെച്ചാൽ 17 പുള്ളി വലിയൊരു ഓറേറ്ററൊന്നുമല്ല. ബട്ട് നമ്മുടെ പ്രസിഡന്റ് ആയിരുന്നു. ഞാനൊക്കെ സ്കൂൾ പഠിക്കുമ്പോഴത്തേക്ക് പുള്ളി പ്രസിഡന്റ്. പുള്ളിയുടെ ഒരു ഇന്റർവ്യൂ ആണ് ഞാൻ ഓർക്കുന്നത്. പുള്ളിയുടെ അടുത്ത് പറഞ്ഞു, സാർ എങ്ങനെയാണ് ഇങ്ങനെ പബ്ലിക്കിനെ ഹാൻഡിൽ ചെയ്തത്, സാറിന് എങ്ങനെ പ്രസംഗിക്കാൻ പറ്റും? എനിക്ക് പുള്ളിയുടെ ഉത്തരം തരാം, വളരെ പാടാണ് വിഷയം. അപ്പൊ എന്റെ ഒരു ഗുരു എൻ്റെ അടുത്ത് പറഞ്ഞ്, കാരണം പുള്ളി പഞ്ചാബിൽ നിന്നല്ലേ, ഒരുപാട് അഗ്രികൾച്ചറൊക്കെ നടക്കുന്നതാണ്. നമ്മള് കോളിഫ്ലവറിന്റെ ഫീൽഡിൽ ചെന്നിട്ട് ഓരോ കോളിഫ്ലവറും ഓരോ മനുഷ്യരാണെന്ന് കരുതി സംസാരിച്ചത് കേട്ടോ, താനെ റെഡിയാവും. എല്ലാവരും കോളിഫ്ലവേഴ്സ്. കേട്ടില്ലേ? റെക്കോർഡാകുന്നുണ്ടല്ലോ, വലിയ റെക്കോർഡാകുന്നു. ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും. Are group of 17 metallic elements including 15 lanthanides and scandium and yttrium. ഇത് നമ്മുടെ മോഡേൺ ഡേ ടു ഡേ ലൈഫിൽ യൂസ് ചെയ്യുന്ന സംഭവമാണ് റെയർ എർത്ത് എലമെന്റ്സ്. നമ്മൾ റെയർ എർത്ത് എലമെന്റ്സ് ആയിട്ടല്ല യൂസ് ചെയ്യണം. നമ്മുടെ സ്മാർട്ട് ഫോൺസ്, ഇലക്ട്രിക് വെഹിക്കിൾസ്, അങ്ങനെ പല മേഖലകളിലും റെയർ എർത്ത് എലമെന്റ്സിന്റെ ആവശ്യം വരുന്നുണ്ട്. ഇനി നമുക്ക് റെയർ എർത്ത് എലമെന്റ്സ് നാച്ചുറൽ ആയിട്ട് കിട്ടുന്ന ഒരു സോഴ്സിനെ പറ്റിയാണ് ഞാൻ കണ്ടെടുക്കാൻ പോകുന്നത്. കാർബൺ ടൈപ്സ്. Carbonate types are rare igneous rocks composed of more than 50% carbonate and less than 20% silica content. 50% കൂടുതൽ കാർബണേറ്റുകളും ലെസ് ദാൻ 20% സിലിക്ക ഉള്ള റോക്സ് ആണ് കാർബണേറ്റ് റോക്സ്. They consist of predominantly of calcite, dolomite or angerite together with varied amounts of cyanopyroxene, alkali, antigold, biotite, magnetite and apatite. Accessory minerals include pyrite, galena, hematite, chlorite, apatite, magnetite and monazite. ഇത്രയും സാധനങ്ങൾ അതിൽ പ്രത്യേകിച്ച് ഒരുപാട് ആക്സസറി മിനറൽസ് വരും. അതിനകത്ത് ബയോടൈറ്റ്, മാഗ്നറ്റൈറ്റ്, പിന്നെ ഈ കാണുന്ന മോണസൈറ്റിലാണ് നമ്മുടെ റെയർ എർത്ത് എലമെന്റ്സ് അടങ്ങിയിരിക്കുന്നത്. The most commercially important rare earth elements deposits are associated with magmatic processes and are found in alkaline igneous rocks and carbonate. നമുക്ക് വേണ്ടുന്നുള്ള കൊമേഴ്ഷ്യലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റെയർ എർത്ത് എലമെന്റ്സ് അസോസിയേറ്റഡ് വിത്ത് മാഗ്മാറ്റിക് പ്രോസസ് ആൻഡ് ഫൗണ്ട് ഇൻ ആൽക്കലൈൻ ഇഗ്നിയസ് റോക്സ് ആൻഡ് കാർബണേറ്റ്. ഇനി വേൾഡ് വൈഡ് ആയിട്ട് കാർബണേറ്റ് ഉണ്ട്. അതിനകത്ത് കാർബണേറ്റ് ആർ ഇൻ നിയോബിയം റെയർ എർത്ത് എലമെന്റ്സ്. They are characterized by significant enrichment in light rare earth elements over heavy rare earth elements. Rare earth elements രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. ലൈറ്റ് റയർ എർത്ത് എലമെന്റ്സും ഹെവി റയർ എർത്ത് എലമെന്റ്സും. ഇത് എന്തിന്റെ ബേസിസിലാണ് ക്ലാസിഫൈ ചെയ്യണമെന്ന് ചോദിച്ചാൽ അറ്റോമിക് നമ്പർ, അത് ഇൻറ്റേൺ അതിന്റെ അയോണിക് സെൽസിനെ കൺട്രോൾ ചെയ്യും. അപ്പൊ നമ്മൾ പഠിക്കുന്ന കാർബണേറ്റ്സിൽ ഒരുപാടുള്ളത് ലൈറ്റ് റയർ എർത്ത് എലമെന്റ്സ് ആണ്. ഇനി ഹെവി റയർ എർത്ത് എലമെന്റ്സ് എവിടെ കാണുമെന്ന് വെച്ചാൽ ആൽക്കലൈൻ ഓവർ സാച്ചുറേറ്റഡ് റോക്സ് അസോസിയേറ്റഡ് വിത്ത് റയർ എർത്ത് എലമെന്റ് ഡെപ്പോസിറ്റ്. അവിടെ നമുക്ക് മെയിൻ ആയിട്ട് കിട്ടണം, എന്താണ് കിട്ടണം? ഹെവി റയർ എർത്ത് എലമെന്റ്സും പ്ലസ് അതിന്റെ കൂടെ ഇട്രിയം കിട്ടും. അപ്പൊ ലൈറ്റ് റയർ എർത്ത് എലമെന്റ്സ് കാണപ്പെടുന്നത് കാർബൺ ടൈപ്സിലും ഹെവി റയർ എർത്ത് എലമെന്റ്സ് കാണപ്പെടുന്നത് ആൽക്കലൈൻ ഓവർ സാച്ചുറേറ്റഡ് മാഗ്മ. ഇനി കാർബണേറ്റ് റോക്സിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം based on the weight percentage of major components.
down weight percentage of major elements. അതിനകത്ത് അടങ്ങിയിരിക്കുന്ന മേജർ എലമെന്റ്സിന്റെ വെയിറ്റ് പെർസെന്റേജ് അനുസരിച്ച് നമ്മൾ 3 തരത്തിൽ കാർബൺ ടൈപ്സിനെ ക്ലാസിഫൈ ചെയ്യും. മഗ്നീഷ്യോ കാർബൺ ടൈപ്പ്, ഫെറോ കാർബൺ ടൈപ്പ്, കാൽഷ്യോ കാർബൺ ടൈപ്പ്. ഇനി ഇതൊക്കെ നമ്മൾ അതിനകത്തുള്ള മേജർ എലമെന്റ്സിന് അനുസരിച്ചാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ഇനി നമുക്ക് ലോക്കലി ഒക്കർ ചെയ്യുന്ന രീതിയിൽ നമുക്ക് 2 രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. സിലിക്കോ കാർബൺ ടൈപ്സും നാട്രോ കാർബൺ ടൈപ്സും. നമ്മൾ പറഞ്ഞ കാർബൺ ടൈപ്സ് ലെസ് ദാൻ 20% സിലിക്ക ഉള്ളൂ. പക്ഷേ മോർ ദാൻ 20% വന്നാൽ നമ്മൾ അതിനെ സിലിക്കോ കാർബൺ ടൈപ്പ്, പേര് തന്നെ അറിയാം, സിലിക്കോ കാർബൺ ടൈപ്പ്. സാധാ ലെസ് ആണ്. ലെസ് എന്ന് പറയുമ്പോൾ അതിനകത്തുണ്ടാണ് സോഡിയം, പൊട്ടാസ്യം, അതുപോലത്തെ ആൽക്കലീസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ അതിനെ നാട്രോ കാർബൺ ടൈപ്പ് എന്ന് പറയും. ഇനി റീസൺ വർക്കുകൾ പറയുന്നത് വെച്ചാൽ അത് ഈ വർക്ക് റീസൺ വർക്ക്സ് ഓൺ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് കാർബൺ ടൈപ്പ് ഇൻ ബയാൻ, ഓഗോ, റെയർ എർത്ത് എലമെന്റ്, നിയോബിയം, അയൺ ഡെപ്പോസിറ്റ്. നമ്മുടെ ഗ്ലോബലി നമുക്ക് ഏറ്റവും കൂടുതൽ റെയർ എർത്ത് എലമെന്റ് ഡെപ്പോസിറ്റ് കിട്ടുന്നത് ചൈനയിലെ ബയാൻ, ഓഗോ, റെയർ എർത്ത് എലമെന്റ്, നിയോബിയം, അയൺ ഡെപ്പോസിറ്റുകളാണ്. ഇനി അവിടുത്തെ ഒരു ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കാർബൺ ടൈപ്പ് എടുത്ത് നോക്കുമ്പോഴത്തേക്കും നമുക്ക് കാണാൻ പറ്റിയത് evolutionary sequence of carbonatic magma. പിന്നെ കാർബണേറ്റിക് റോക്സ് നമുക്കറിയാം ഇഗ്നിയസ് റോക്ക് ആണ്. ഇഗ്നിയസ് റോക്ക് മാഗ്മ സോൾട്ടിഫൈ ചെയ്താണ് ഉണ്ടാവുക. അപ്പോൾ കാർബണേറ്റിക് റോക്സ് ഉണ്ടാവുന്ന ഏത് മാഗ്മയിൽ നിന്നായിരിക്കും? പേര് തന്നെ ഉണ്ട്, കാർബണേറ്റിക് മാഗ്മ. കാർബണേറ്റിക് മാഗ്മയിലാണ് കാർബണേറ്റിക് റോക്സ് ഉണ്ടാവുന്നത്. ഇനി റീസെന്റ് വർക്ക്സ് ഓൺ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കാർബണേറ്റ്. കാർബണേറ്റിന്റെ ഡിഫറൻസ് ടൈപ്പുകളെ കുറിച്ചുള്ള വർക്ക് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇവല്യൂഷണറി സീക്വൻസ് ഓഫ് കാർബണേറ്റിക് മാഗ്മ ഈസ് ഫ്രം. കാർബണേറ്റിക് മാഗ്മയുടെ ഇവല്യൂഷണറി സീക്വൻസ് ആദ്യം ഫെറോമൺ അയണുള്ളത്, പിന്നെ ത്രൂ മഗ്നീഷ്യൻ ടു കാൽസിയം കോമ്പോസിഷനിൽ ആ ഒരു വ്യത്യാസമാണ് പറയുന്നത്. ആദ്യം എന്തുണ്ടാവും? അയൺ, പിന്നെ മഗ്നീഷ്യം, പിന്നെ കാൽഷ്യം. പിന്നെ നമുക്ക് കാണാൻ പറ്റുന്ന അക്കോമ്പനിഡ് വിത്ത് ആൻ ഇൻക്രീസ് ഇൻ ലൈറ്റ് റെയർ എർത്ത് എലമെന്റ് എൻറിച്ച്മെന്റ്. അതായത് ഇപ്പൊ ലൈറ്റ് റെയർ എർത്ത് എലമെന്റ്സ് കൂടുന്നുണ്ട് അതിൽ. ഇനി നമ്മൾ പറഞ്ഞ ഈ കൊമേഴ്ഷ്യലി വൈബിൾ ആയിട്ടുള്ള റെയർ എർത്ത് എലമെന്റ് ഡെപ്പോസിറ്റ് എപ്പോഴും മാഗ്മാറ്റിക് പ്രോസസ്സായിട്ട് അസോസിയേറ്റ് ചെയ്തു കാർബണേറ്റിലും ആൽക്കലി ഇഗ്നിയസ് റോക്സിലാണ് കാണുന്നത്. അത് എപ്പോഴും ടിപ്പിക്കൽ അവണ്ടന്റ് ആണ്. പിന്നെ റെയർ എർത്ത് എലമെന്റ്സിനെ എന്തുകൊണ്ട് റെയർ എന്ന് വിളിക്കണമെന്ന് വെച്ചാൽ അത് വലിയ റെയർ ഒന്നും അല്ല. പിന്നെ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഒരു സാധനം നമ്മളിങ്ങനെ മൈൻഡ് ചെയ്യാൻ പോയാലും ചിലപ്പോൾ അവിടെ ഹൈ കോൺസെൻട്രേഷനിൽ കിട്ടും. പക്ഷേ റെയർ എർത്ത് എലമെന്റ് ഹൈ കോൺസെൻട്രേഷനിൽ കിട്ടില്ല. അത് സർഫസിൽ ഡിസ്പേഴ്സ്ഡ് ആക്കി കിടക്കണമെന്നാണ്. കാര്യം നമുക്ക് എല്ലായിടത്തും ഒരു സ്ഥലത്ത് കുറച്ച് കാണും. അപ്പോൾ നമുക്ക് എല്ലാ സ്ഥലവും അറിയില്ല അതിന്റെ ഹൈ കോൺസെൻട്രേഷൻ കിട്ടാൻ വേണ്ടി. അതുകൊണ്ടാണ് നമ്മൾ അതിന്റെ റെയർ എർത്ത് എലമെന്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് പെട്രോജെനസിസ് നോക്കാം. കാർബണേറ്റിക് റോക്ക് കൊണ്ടാണ് കാർബണേറ്റിക് മാഗ്മ എന്നാണ് നമ്മൾ പറയുന്നത്. ഇനി കാർബണേറ്റിക് മാഗ്മ ഉണ്ടാകുന്നത് 3 രീതിയിലാണ്. ആദ്യം ഇൻവിസിബിൾ സെപ്പറേഷൻ ഓഫ് പ്രൈമറി കാർബണേറ്റ് സിലിക്കേറ്റ് റോക്സ്. ആദ്യം ഒരു സിംഗിൾ മാഗ്മ ആയിട്ട് കിടക്കും. സിംഗിൾ മാഗ്മയിൽ സിലിക്കേറ്റ് കാർബണേറ്റ്സ് ആയിട്ട് ഉണ്ടായിരിക്കുക. ക്രിസ്റ്റൽ പ്രഷർ കാരണം ഒരു പോയിൽ എത്തുമ്പോഴത്തേക്കും ഈ 2 മിക്സ് ആയി കിടന്ന കാർബണേറ്റ് സിലിക്കേറ്റ് യൂണിറ്റ് അൺമിക്സ് ആവാൻ വേണ്ടി കാരണം. അപ്പൊ നമുക്ക് നോക്കുമ്പോൾ ഒരു സിലിക്കേറ്റ് യൂണിറ്റും പിന്നെ ഒരു കാർബണേറ്റ് മെൽറ്റ് കിട്ടും. അങ്ങനെ അത് കാർബണേറ്റ് മെൽറ്റ് ആയി അങ്ങനെ ഒരു രീതിയിൽ നമുക്ക് എന്തുണ്ടാകും? കാർബണേറ്റിക് മാഗ്മ ഉണ്ടാകും. ഫസ്റ്റ് ഇനി അടുത്ത ഫ്രാക്ഷണൽ ക്രിസ്റ്റലൈസേഷൻ ഓഫ് പ്രൈമറി കാർബണേറ്റ് ആൻഡ് സിലിക്കേറ്റ് മാഗ്മാസ്. അത് ഫ്രാക്ഷണൽ ക്രിസ്റ്റലൈസേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഇതുപോലെ ഒരു സിമ്പിൾ അത് ക്രിസ്റ്റലൈസേഷൻ ആണ് പറയുന്നത്. ഒരു സിമ്പിൾ മാഗ്മ ഉണ്ടായിരിക്കും സിലിക്കേറ്റ് കാർബണേറ്റ്. അപ്പോഴത്തേക്കും ടെമ്പറേച്ചർ കുറയുമ്പോഴത്തേക്കും ഹൈ മെൽറ്റിംഗ് പോയിന്റിലുള്ള സാധനങ്ങൾ ഫസ്റ്റ് ക്രിസ്റ്റലൈസ് ആവും. അങ്ങനെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും നമ്മുടെ മെൽറ്റിനകത്ത് ഇപ്പം എന്തൊക്കെ ഉണ്ട്? സിലിക്കേറ്റും ഉണ്ട്, കാർബൺ ജസ്റ്റ് കോമൺ ആയിട്ടുള്ള സിലിക്കേറ്റ് കാർബണേറ്റ് ഉണ്ട്. ഇനി ഹൈ മെൽറ്റിംഗ് പോയിന്റുള്ള ഫസ്റ്റ് ക്രിസ്റ്റലൈസ് ആകുമ്പോൾ സിലിക്കേറ്റ് ക്രിസ്റ്റലൈസ് ആവും. അങ്ങനെ സിലിക്കേറ്റ് ക്രിസ്റ്റലൈസ് ആയി അങ്ങനെ മാറാൻ വേണ്ടി തുടങ്ങും. അപ്പൊ നമുക്ക് ഒന്നുകിൽ അത് ഡെൻസ് ആയതുകൊണ്ട് ഇങ്ങനെ സിങ്ക് ആയി പോവാം, അല്ലെങ്കിൽ ഫിസിക്കലി അത് റിമൂവ് ചെയ്യപ്പെടും. അങ്ങനെ നമുക്കൊരു കാർബണേറ്റ് മെൽറ്റ് കിട്ടും. അങ്ങനെ കാർബണേറ്റ് മാഗ്മ പിന്നെ കാർബണേറ്റ് റോക്ക് ഉണ്ടാവും. പിന്നെ ലോ ഡിഗ്രി പാർഷ്യൽ മെൽറ്റിംഗ് ഓഫ് കാർബണേറ്റഡ് മാഗ്മ. ഇനി നമുക്ക് എപ്പോഴും പാർഷ്യൽ മെൽറ്റിംഗിന്റെ റിസൾട്ട് എപ്പോഴും കിട്ടുന്നത് സിലിക്ക റിച്ച് മാഗ്മ. അത് ലെസ് ഡെൻസ് ആയിരിക്കും.
പക്ഷെ നിങ്ങൾ ഇവിടെ കണ്ടാൽ തന്നെ ഇവിടെ കാർബൺ ഡേറ്റ് <20% സിലിക്ക എന്നല്ലേ പറയണം. അപ്പൊ പാർഷ്യൽ മെൽറ്റിംഗ് ഉണ്ടാവുന്ന റോക്ക് എന്തുകൊണ്ട് കാർബൺ ഡേറ്റ് അതിനകത്ത് സിലിക്കോൺ സാച്ചുറേറ്റഡ് ആണ്? കാരണം ഇവിടെ ഉണ്ടാവുന്ന മാൻഡിൽ, അതായത് ഏത് മാൻഡിലാണോ പാർഷ്യൽ മെൽറ്റിംഗിന് വിധേയമാകുന്നത് അത് കാർബണേറ്റ്സ് ഉള്ള മാൻഡിലായിരിക്കും. അപ്പോഴത്തേക്കും ഈ മാൻഡിലാണെങ്കിൽ അതിലെ മിനറൽസിൽ ഇങ്ങനെ കാർബൺ കാണും. അപ്പൊ ആദ്യം അത് മെൽറ്റ് ആകുമ്പോഴത്തേക്കും ഈ കാർബൺ ഉള്ള സാധനങ്ങൾ ആദ്യം മെൽറ്റ് ആവും. അങ്ങനെ ഫസ്റ്റ് പാർഷ്യൽ മെൽറ്റ് എന്തുണ്ടാവും? കാർബണേറ്റ് മെൽറ്റ് ഉണ്ടാവും. കാര്യം അതിന്റെ ലോ ടെമ്പറേച്ചറിൽ അതിൽ നിന്ന് മെൽറ്റ് ആവുന്നുണ്ട്, പെട്ടെന്ന് മെൽറ്റ് ആയിട്ട് വരും. അപ്പൊ നമുക്ക് വീണ്ടും ഒരു കാർബണേറ്റ് മെൽറ്റ് കുറച്ചിട്ടും പിന്നെ ബാക്കി ഇനി പാർഷ്യൽ മെൽറ്റിംഗ് നടന്നാലും ബാക്കിയുള്ള മെൽറ്റിൽ എന്തൊക്കെ കോമ്പോസിഷൻ കൂടുതലായിരിക്കും? സിലിക്കയുടെ കോമ്പോസിഷൻ കൂടുതലായിരിക്കും. കാര്യം എന്താണ്? ആദ്യമുള്ള കാർബണേറ്റ് ഒക്കെ മാറിയില്ലേ, ഈ മെൽറ്റ് ആകുമ്പോൾ സിലിക്കയല്ലേ മെൽറ്റ് ആവുള്ളൂ. അപ്പൊ ഇത് മൂന്നും കൊണ്ടാണ് നമുക്ക് കാർബണേറ്റൈറ്റ് മാഗ്മ ഉണ്ടാവുന്നത്. അന്ന് നമുക്ക് കാർബണേറ്റൈറ്റ് റോക്ക് ഉണ്ടാവുന്നു. ഇത് ഞാൻ പറഞ്ഞിട്ട് പിക്ടോറിയൽ റെപ്രസെന്റേഷൻ ആണ്. ആദ്യത്തേത് ഇൻവിസിബിലിറ്റി, രണ്ടാമത്തേത് ഞാൻ പറയില്ലേ സോളിഡ് ഇങ്ങനെ ക്രിസ്റ്റൽസ് ആയിട്ട് മാറുന്നു, പിന്നെ അത് ബാക്കി മെൽറ്റ് ഉണ്ടാകുന്നത് അത് ഫ്രാക്ഷണൽ ക്രിസ്റ്റലൈസേഷൻ, പിന്നെ ലോ ഡിഗ്രി പാർഷ്യൽ മെൽറ്റിംഗ് ഓഫ് മാൻഡിൽ എന്ന് എഴുതുമ്പോൾ കാർബണേറ്റഡ് മാൻഡിൽ ശ്രദ്ധിക്കണം. കാര്യം ഇനിയുള്ളത് ഈ കാർബണേറ്റ് റോക്സ് എവിടെയൊക്കെ കാണുന്നു എന്നുള്ളതാണ്. Primarily associated with large scale structures like continental rift, continental depressionകളിലും പിന്നെ റിഫ്റ്റ് ബെൽറ്റുകളിലും നമുക്ക് കാണാൻ വേണ്ടി പറ്റും കാർബണേറ്റൈറ്റ് മെൽറ്റിന്. ഇനി അത് കോഎക്സിസ്റ്റ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു ഈ നമുക്ക് റെയർ എർത്ത് എലമെന്റ് കിട്ടുന്നത് ആൽക്കലി ഇഗ്നിയസ് റോക്കുകളിൽ കിട്ടും, കാർബണേറ്റൈറ്റിൽ കിട്ടും. അപ്പൊ ഈ കാർബണേറ്റൈറ്റ് ആൽക്കലി ഇഗ്നിയസ് റോക്കുകളിൽ കോഎക്സിസ്റ്റ് ചെയ്യും. അങ്ങനെ അതൊരു ആൽക്കലി കാർബണേറ്റൈറ്റ് കോംപ്ലക്സ് ആവും. അങ്ങനെ വേണമെങ്കിൽ കാർബണേറ്റൈറ്റ് എക്സിസ്റ്റ് ആവാം, അല്ലെങ്കിൽ ഐസൊലേറ്റഡ് ബാറ്റോലിറ്റായിട്ട് ഡൈക്കൈറ്റ് ലാവ ഫ്ലോ അങ്ങനെയൊക്കെ നമുക്ക് എന്താണ് കാർബണേറ്റൈറ്റ് കാണാൻ വേണ്ടി പറ്റും. ഇനി വോൾക്കാനിക് ഓർ ഇൻട്രൂസീവ് ബോഡി, നമ്മൾ പറഞ്ഞ ഇൻട്രൂസീവ് ബോഡി ബാറ്റോലിറ്റ് ഡൈക്ക് അങ്ങനെയൊക്കെ പറഞ്ഞ് പിന്നെ കാർബണേറ്റ് കോംപ്ലക്സസ് ആർ ലെസ് ദാൻ 25 കിലോമീറ്റർ സ്ക്വയർ ആർ കോമ്പോസിറ്റ് with multiple intrusions of both silicate and carbonatite magma. പിന്നെ നമ്മൾ നേരത്തെ exposed intrusive carbonatite include small types, cone sheet types, occasional ring types ഒക്കെ കാണാൻ വേണ്ടി പറ്റും. ഇനി എന്തുകൊണ്ട് നിങ്ങൾ ആരും ചോദിക്കാൻ സമയമില്ല, നിങ്ങൾ ആരും ചിന്തിച്ചാ വേറെ എന്തുകൊണ്ട് കാർബണേറ്റൈറ്റിൽ വരണമെന്ന് പറയാം. കാർബണേറ്റൈറ്റ് സാധാരണ ഈ റെയർ എർത്ത് എലമെന്റ്സിന് ലാർജർ ലൈറ്റ് റെയർ എർത്ത് എലമെന്റ്സിന് ലാർജർ അയോൺ റേഡിയസ് ഉണ്ട്, ഹെവി റെയർ എർത്ത് എലമെന്റിന് ഇതുണ്ട്, സ്മോൾ അയോൺ റേഡിയസ് ഉണ്ട്. അപ്പൊ ഇതിനെ ഉൾക്കൊള്ളാൻ പറ്റിയ സ്ട്രക്ചറൽ സൈറ്റ്സ് ഉള്ള മിനറൽസുകളൊന്നുമില്ല. അതുള്ളതാർക്കാണ്? കാർബണേറ്റുകൾക്കാണ്. അതുകൊണ്ടാണ് കാർബണേറ്റൈറ്റ് റോക്കുകൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടി കാരണം. Carbonatites and related rocks are premier source for light rare earth element deposit. പിന്നെ ഇങ്ങനെ എല്ലാ മിനറൽസിന്റെ സ്ട്രക്ചറൽ സൈറ്റുകളിൽ കയറാത്ത, അതായത് ഫിറ്റ് ആവാത്ത മിനറൽ എലമെന്റ്സ് നമ്മൾ ഇൻകോമ്പാറ്റിബിൾ എലമെന്റ്സ് എന്ന് പറയും. ഇൻകോമ്പാറ്റിബിൾ എലമെന്റ്സ് they would easily fit into early forming mantle minerals, so they are concentrated in the residual volatile rich carbonatite belt. Example iron ore rare earth element niobium iron deposit. പിന്നെ നമ്മൾ പറഞ്ഞ മൂന്ന് പ്രോസസ്സ് വഴി തന്നെയാണ് കാർബണേറ്റ് മാഗ്മ ഉണ്ടാകുന്നത്. ഈ കാർബണേറ്റ് പിന്നെ ഈ റെയർ എർത്ത് എലമെന്റ്സ് കാർബണേറ്റ് ഇതിൽ കാണാൻ വേണ്ടിയുള്ള കാരണം ഈ കാർബണേറ്റൈറ്റിക് മാഗ്മ ഉണ്ടാവാൻ കാരണമായിട്ടുള്ള മാഗ്മാറ്റിക് പ്രോസസ്സ് ഈ റെയർ എർത്ത് എലമെന്റ്സിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് ഇവിടെ കൊണ്ടുവരാൻ വേണ്ടി എക്സ്ട്രീംലി എഫിഷ്യന്റ് ആണ്. പിന്നെ ഒരു കാരണം ഇൻകോമ്പാറ്റിബിൾ ആണിത്. അതുകൊണ്ടൊക്കെയാണ് റെയർ എർത്ത് എലമെന്റ്സ് അഥവാ റെയർ എർത്ത് എലമെന്റ്സ് കാർബണേറ്റൈറ്റ് റോക്സിൽ കാണാൻ സാധിക്കുന്നത്. പിന്നെ ഉള്ളത് മിനറൽസിന്റെ ക്യാരക്ടറൈസേഷൻ വെച്ചിട്ട് നമ്മൾ മൂന്ന് രീതിയിൽ ഈ കാർബണേറ്റൈറ്റ് റിലേറ്റഡ് റെയർ എർത്ത് എലമെന്റ് ഡെപ്പോസിറ്റ് തരംതിരിക്കും. മൂന്നായിട്ട് തരംതിരിക്കും. പ്രൈമറി മാഗ്മാറ്റിക് ടൈപ്പ്, ഹൈഡ്രോതെർമൽ ടൈപ്പ്, കാർബണേറ്റൈറ്റ് വെതറി ക്രസ്റ്റ് ടൈപ്പ്. ഈ ആദ്യത്തെ രണ്ടെണ്ണത്തിനെയും, അതായത് പ്രൈമറി മാഗ്മാറ്റിക് ടൈപ്പിനെയും ഹൈഡ്രോതെർമലിനെയും ഒരുമിച്ച്
കളക്റ്റീവ്ലി കാർബൺ ടൈപ്പ് റിലേറ്റഡ് എൻഡോജനറ്റിക് റെയർ എർത്ത് എലമെന്റ് ഡെപ്പോസിറ്റ് എന്ന് പറയും. കാരണം എൻഡോജനറ്റിക് എന്ന് വെച്ചാൽ എന്താണ്? ഭൂമിക്കുള്ളിൽ ഉണ്ടാവണം. അപ്പൊ അവിടെ ആയിരിക്കും ഈ കാർബണേറ്റ് ഈ ടൈപ്പുകൾ മെയിൻ ആയിട്ട് ഉണ്ടാവുന്നത്. ഇനി പ്രൈമറി മാഗ്മാറ്റിക് ആണ്. പിന്നെ ഈ ആദ്യത്തെ രണ്ടെണ്ണത്തിന് നമ്മൾ കാർബൺ ടൈപ്പ് റിലേറ്റഡ് എൻഡോജനറ്റിക് റെയർ എർത്ത് എലമെന്റ് ഡെപ്പോസിറ്റ് എന്ന് പറയാൻ വേണ്ടി കാരണം ഇത് ഉണ്ടാവുന്നത് മെയിൻ ആയിട്ട് കാർബണറ്റൈറ്റിക് മാഗ്മ അത് റിലേറ്റഡ് ആയിട്ട് ഉണ്ടാവാം. പിന്നെ ഡിറൈവ്ഡ് ഹൈഡ്രോതെർമൽ ഫ്ലൂയിഡ്സിൽ നിന്നും ഉണ്ടാവാം. അങ്ങനെ റെയർ എർത്ത് എലമെന്റ് മിനറൽ അക്യുമുലേഷൻ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഈ കാർബണറ്റൈറ്റ് മാഗ്മ ഉണ്ടാകാൻ കാരണമായിട്ടുള്ള ആ ഒരു മാഗ്നറ്റിക് പ്രോസസ്സുകൾ ഈ റെയർ എർത്ത് എലമെന്റിനെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ ഭയങ്കര എഫിഷ്യന്റ് ആണ്. അതാണ് ഇവിടെ പറയുന്നത് റെയർ എർത്ത് എലമെന്റ് മിനറൽ അക്യുമുലേഷൻ ആൻഡ് മിനറലൈസേഷൻ. ഇനി പ്രൈമറി മാഗ്നറ്റിക് ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് മാഗ്നറ്റിക് സ്റ്റേജിൽ ഉണ്ടാവുന്നു പ്രൈമറി മാഗ്നറ്റിക് ടൈപ്പ്. അവിടെ റെയർ എർത്ത് മിനറൽസ് such as basalt, monazite, allanite, xenotite, parasite occur in carbonatite or magmatic phosphorite and the entire rock body is mineralized. ഇനി ഹൈഡ്രോതെർമൽ ടൈപ്പ് എന്തെന്നായിരിക്കും ഫോസ്ഫറേറ്റ് ഉണ്ടാവുക? ഹൈഡ്രോതെർമൽ ഫ്ലൂയിഡ്. ഹൈഡ്രോതെർമൽ ടൈപ്പ് ഉണ്ടാവുന്ന ഹൈഡ്രോതെർമൽ ഫ്ലൂയിഡിൽ നിന്നായിരിക്കും. അവിടെ അസോസിയേറ്റഡ് ആയിട്ട് മിനറൽസ് കാൽസൈറ്റ്, ബാരൈറ്റ്, ഫ്ലൂറൈറ്റ്, ക്വാർട്സ് ആൻഡ് അതർ മിനറൽസ് ടു ഫോം മേജർ ഓർഗാനിസംസ്. ഇനി ആദ്യത്തെ നമ്മൾ രണ്ടെണ്ണത്തിന് കാർബണേറ്റ് റിലേറ്റഡ് എൻഡോജനറ്റിക് പ്രോസസ് എന്ന് പറഞ്ഞ് ഈ എൻഡോജനറ്റിക് റെയർ എർത്ത് എലമെന്റ് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞ് ഇനിയുള്ളത് കാർബണേറ്റ് വെതറിംഗ് ക്ലസ്റ്റർ ടൈപ്പ് ആണ്. അതൊരു സെക്കൻഡറി റെയർ എർത്ത് എലമെന്റ് ഡെപ്പോസിറ്റ് ആണ്. എന്തുകൊണ്ടാണ് സെക്കൻഡറി എന്ന് പറയാൻ കാരണം? പ്രൈമറിയിൽ നിന്ന് വെതറിംഗ് സംഭവിച്ചുണ്ടാകുന്നത് തന്നെയാണ് അതിനെ സെക്കൻഡറി എന്ന് പറയുന്നത്. സംഭവം എന്ന് വെച്ചാൽ ഈ നമുക്ക് കാർബണേറ്റഡ് റോക്ക് ആദ്യത്തെ രണ്ട് രീതിയിൽ നിന്ന് ഉണ്ടാക്കിയിട്ടും അതിപ്പോൾ ഒരു സബ് ട്രോപ്പിക്കൽ ഏരിയയിൽ അല്ലെങ്കിൽ ഹോട്ട് ഹ്യൂമിഡ് ഏരിയയിൽ ആ കല്ല് അവിടെ ഇരിക്കുകയാണ്. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ അതിനകത്ത് എന്തോന്ന് ബാസിനസൈറ്റ് ഇപ്പം ഈ റെയർ എർത്ത് എലമെന്റ് ആയിട്ട് ഇപ്പൊ ഒരു കല്ലെടുത്ത് അത് റെയർ എർത്ത് എലമെന്റ് ആയിട്ടാണ് ഇരിക്കില്ല. അതിനകത്തുള്ള മിനറൽസ് ആയിരിക്കും റെയർ എർത്ത് എലമെന്റുകളെ കണ്ടെയ്ൻ ചെയ്യണം. അങ്ങനെ കണ്ടെയ്ൻ ചെയ്യണത് അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ബാസിനസൈറ്റും മോണസൈറ്റും ആണ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഇതിനെ കണ്ടെയ്ൻ ചെയ്യണത്. അപ്പോഴത്തേക്കും ഇങ്ങനെ ഒരു റോക്ക് എടുത്താൽ ബാസിനസൈറ്റ് ഇരിക്കും, മോണസൈറ്റ് ഇരിക്കും, പിന്നെ ആൽക്കലീസ് ഇരിക്കും. എന്നിട്ട് മെയിൻ ആയിട്ട് റോക്ക് ഫോമിംഗ് ആയിട്ടുള്ള കാൽസൈറ്റും ഡോളമൈറ്റും ഇരിക്കും. അപ്പൊ ഇതൊക്കെ എന്തോന്ന് ഇതൊക്കെ വെള്ളം ഒഴിച്ച് ഡിസോൾവ് ആവുകയില്ലേ? സോറി, മഴ പെയ്താൽ ഡിസോൾവ് ആയി പോവുകയില്ലേ? അങ്ങനെ ഡിസോൾവ് ആവാൻ വേണ്ടി ഒരാളവിടെ ഇരിക്കണം, കല്ല് അവിടെ ഇരിക്കണം. അങ്ങനെ മഴ പെയ്യും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആസിഡ് ആയിട്ടുള്ള ഒരു റിയാക്ഷൻ സംഭവിക്കും. അങ്ങനെ ഈ ഡിസോൾവബിൾ ആയിട്ടുള്ള കാൽസൈറ്റും ഡോളമൈറ്റും എന്താവും? ഒഴുകി അങ്ങ് പോകും. അപ്പൊ നമുക്ക് നോക്കുമ്പോഴത്തേക്കും മോണസൈറ്റും ബാസിനസൈറ്റും ഇരിക്കണം. അപ്പൊ ആ കല്ല് കുറച്ചുകൂടെ റെയർ എർത്ത് എലമെന്റ് റിച്ച് ആയില്ലേ? ഇനി അടുത്ത ഞാൻ പറഞ്ഞില്ലേ ചുമ്മാ എന്ത് റെയർ എർത്ത് എലമെന്റ് ഇരിക്കില്ല, പരിയമിച്ച് മിനറൽസ് കണ്ടെയ്ൻ ചെയ്യും. അങ്ങനെ കണ്ടെയ്ൻ ചെയ്യുന്ന മിനറലാണ് ബാസിനസൈറ്റ്. അതൊരു ഫ്ലൂറോ കാർബണേറ്റ് ആണ്. മോണസൈറ്റ് കണ്ട അവിടെ റെയർ എർത്ത് എലമെന്റ് കണ്ടെയ്ൻ ചെയ്യുന്നു. പിന്നെ മോണസൈറ്റ്, ആംഗിലൈറ്റ്, പാരസൈറ്റ് ആൻഡ് സിംഗിസൈറ്റ്. സെക്കൻഡറി ആർ ഈ മിനറൽ ഹോസ്റ്റ് അപ്പറ്റൈറ്റ്, പൈറോക്ലോർ, കാൽസൈറ്റ് ആൻഡ് ഡോളമൈറ്റ്. ഇനി ഈ റെയർ എർത്ത് എലമെന്റ് ഡെപ്പോസിറ്റുകൾ എവിടെയൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ പറയാൻ നോക്കുമ്പോൾ ചൈനയിലുണ്ട്. അവിടെ ഞാൻ പറയില്ലേ വേൾഡ്സ് ലാർജസ്റ്റ് റെയർ എർത്ത് എലമെന്റ് ഡെപ്പോസിറ്റ്. ഈ ചൈനക്കാർ ഈ റെയർ എർത്ത് എലമെന്റിൽ നിന്ന് ഒരുപാട് സമ്പാദിക്കുന്നുണ്ട്. ഇനി മൗണ്ടൻ പാസ് തന്നെ ആദ്യത്തെ മൗണ്ടൻ പാസ് യുഎസ്എ, കാലിഫോർണിയ. പ്രൈമറി യൂസിൽ കണ്ടുപിടിച്ച യൂസിൽ നമ്മൾ ഫസ്റ്റ് നമുക്ക് കിട്ടുന്ന സോഴ്സ് അവിടെയാണ്. അവിടെ ബാസിനസൈറ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ബാസിനസൈറ്റിൽ ഇരിക്കുന്ന റെയർ എർത്ത് എലമെന്റ്സ് ഏതൊക്കെയാണ്? ലന്താനും സിലിണ്ടറും. ഓക്കെ, ഇനി മൗണ്ട് വെൽഡ് ഓസ്ട്രേലിയ. അവിടെ നമ്മൾ ഈ സെക്കൻഡറി വെതറിംഗ് എന്ന് പറഞ്ഞില്ലേ, അതിന് സൂപ്പർ ജീൻ വെതറിംഗ് എന്ന് പറയും കേട്ടോ. അവിടെ കാണപ്പെടുന്നത് എന്താണ്? സൂപ്പർ ജീൻ വെതറിംഗ് ആണ്. മൗണ്ട് വെൽഡ് ഓസ്ട്രേലിയ കിട്ടണം, അവിടെ കിട്ടണം. പിന്നെ ഒരു കാര്യം കൂടെ, ഈ സെക്കൻഡറി കാർബണേറ്റ്
സെക്കൻഡറി കാർബണേറ്റൈറ്റ് റിലേറ്റഡ് റെയർ എർത്ത് എലമെന്റ് ഡെപ്പോസിറ്റിൽ ഹെവി റെയർ എർത്ത് എലമെന്റ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. കാര്യം കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ ഈ ഇവിടെ this type of rare earth element deposit is usually heavy rare earth element enriched due to the higher mobility of the light rare earth element during weathering. ചിലപ്പോൾ ലൈറ്റ് റെയർ എർത്ത് എലമെന്റ് ചിലപ്പോൾ ഇങ്ങനെ ഒഴുകി പോകും. അപ്പം ഹെവി റെയർ എർത്ത് എലമെന്റ് ബാക്കി കാണുള്ളൂ. അപ്പൊ അത് അങ്ങനെയും ഒരു രീതിയിൽ എൻറിച്ച്ഡ് ആവാൻ സാധ്യത ഉണ്ട്. മൗണ്ട് വെൽഡ് ഓസ്ട്രേലിയയിലുണ്ട്. അരാക്സ ബ്രസീലിയൻ കിട്ടും. അത് പ്രൈമറി നോൺ ഫോർ നിയോബിയം ആണ്. ഇനി ഇന്ത്യയിൽ കേരളത്തിലും ഉണ്ട്. ഇന്ത്യയിലുള്ളത് അംബാഡോങ്കർ ഗുജറാത്തിലുണ്ട്. അവിടെയാണ് a carbonated complex in Chota Udaipur district having significant amount of fluorite rare earth element niobium. പിന്നെ കാർബണേറ്റ് ഡെപ്പോസിറ്റ് ഇന്ത്യയിലുള്ളത് ഫസ്റ്റ് കണ്ടുപിടിച്ച സ്ഥലമാണ് കംതാൽ. അത് രാജസ്ഥാനിലാണ്. ഫസ്റ്റ് കണ്ടുപിടിച്ചത് കംതാൽ രാജസ്ഥാനിലാണ്. പിന്നെ സേവാദുൽ, സംബാരി ആൻഡ് സംചാബി. പിന്നെ കേരളത്തിലെ എക്കണോമിക്കലി വയബിൾ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റിയ കാർബണേറ്റ് സംഭവം കോംപ്ലക്സ് നമുക്ക് കണ്ടിട്ടില്ല. എന്നാലും ചെറിയ ഒരു രീതിയിൽ നമുക്കുള്ളത് മൂന്നാർ ഏരിയയിലാണ്. ഇത് ഇന്ത്യയിൽ കാണപ്പെടുന്ന നമുക്ക് മാറ്ററിയലാണ്. നമുക്ക് ഇൻഹറന്റ്ലി ആയിട്ട് തന്നെ അത് റെയർ എർത്ത് എലമെന്റ് നമുക്കിപ്പം ആർട്ടിഫിഷ്യൽ ആയിട്ട് റെയർ എർത്ത് എലമെന്റ് ഉണ്ടാക്കേണ്ട ആവശ്യം ഉണ്ടാകുന്നുണ്ട്. എന്നാലും ഇത് സസ്റ്റെയിൻ ചെയ്തുകൊണ്ട് പോയാൽ നമ്മുടെ കാർബണേറ്റ് നമുക്ക് ആവശ്യമുള്ള റെയർ എർത്ത് എലമെന്റ്സ് കിട്ടും. അപ്പൊ നമുക്ക് ഒരു രീതിയിൽ കാർബണേറ്റ് ഇമ്പോർട്ടന്റ് ആവുന്നുണ്ട്. ഇനി ഹയസ്റ്റ് ഡിഗ്രി റെയർ എർത്ത് ഡെപ്പോസിറ്റ് ആണ്. പിന്നെ ഞാൻ പറഞ്ഞ പ്രോസസ് വഴി ഉണ്ടാവണം. പിന്നെ കാർബണേറ്റ് ഇത്രയും ഞാൻ പറഞ്ഞത് കാർബണേറ്റ് എക്സ്പ്ലോറേഷൻ ഈസ് എ കീ ടു സെക്യൂറിംഗ് എ സ്റ്റേബിൾ ഡൈവേഴ്സിഫൈഡ് ഗ്ലോബൽ സപ്ലൈ of critical rare earth element necessary for the energy transition and modern technology. മോഡേൺ ടെക്നോളജിക്ക് ആവശ്യമായിട്ടുള്ള റെയർ എർത്ത് എലമെന്റ്സ് നമുക്ക് ഈ കാർബണേറ്റ് എക്സ്പ്ലോറേഷൻ വഴി സെക്യൂർ ആക്കാൻ വേണ്ടി പറ്റും. കാർബണേറ്റ് ആണ് ജിയോളജിക്കൽ ഗോൾഡ് സ്റ്റാൻഡേർഡ് ഇൻ ദ ടെസ്റ്റ് ഫോർ റെയർ എർത്ത് എലമെന്റ്സ്. Thank you. Well prepared. മൊത്തം കാരണം അത് സ്റ്റാർട്ടിംഗ് കണ്ടിട്ട് മൊത്തത്തിൽ സപ്ലിമെന്റിലാണ് സിനിമ കണ്ടായാലും കാർബണേറ്റ് ഭയങ്കര രീതിയാണ് മൊത്തം കവർ ചെയ്യും. പഠിച്ചിരുന്നെങ്കിൽ ഇതായിരിക്കും ആദ്യം സ്റ്റാർട്ടിംഗ് ഒറ്റ സംശയം ഇത്രയും പറഞ്ഞു. ആൾക്കാരെ കേരളത്തിലുണ്ടെന്ന് അപ്പൊ അത് റിസ്റ്റ് തന്നെ ഉണ്ടായിരുന്നു. ജസ്റ്റ് ചോദിച്ചു To conclude with the final presentation, I invite David